ഹലോ ഗായ്സ്, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ? അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീരാമുളക് പറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ അമ്മ ഉണ്ടാക്കിയ ചീരാമുളകിൻ്റെ തൈമെന്ന് ഞാൻ 5-6 പറിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ചീരാമുളക് എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. നമ്മുടെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹാഫ് ലെമണ്, കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള സോയ, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി നമുക്ക് ഇടികല്ലിലിട്ട് നമ്മുടെ ചീരാമുളക് നന്നായിട്ട് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതക്കുകയാണ്. കുറച്ച് വിട്ട് വെച്ചിട്ടാണ് ചതക്കുന്നത്. കണ്ണിലായ സീനാണ്. അപ്പോൾ ഞാനത് കുറച്ച് വിട്ട് വെച്ചിട്ട് ചതക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ഒന്നും കൂടി ഒന്ന് കൂട്ടി വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് സോയ ഇട്ട് കൊടുക്കുക. സോയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി മിക്സായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഹാഫ് ലെമൺ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അയൽവാസി, നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ജയിച്ചതിൻ്റെ വകയായിട്ട് ലഡു കൊണ്ടു തന്നത്. അപ്പം ഞാനിതിന്ന് ഒരു ലഡു കഴിച്ചു കേട്ടോ. നല്ല പച്ച കളറുള്ള ലഡു ആയിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് തവിടെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് തവിടെണ്ണയാണ്. ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് തവിടെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാല തേച്ചിട്ടുള്ള സോയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അച്ഛൻ എന്താ പറയുന്നത് നോക്കാം. സൂപ്പറാട്ടോ, അടിപൊളി. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള സോയ ചങ്ക് ഫ്രൈയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മുരിങ്ങയിലേൻ്റെ ഉപ്പേരി അതും
പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും ഞാൻ കഴിക്കാൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം, എല്ലാവരും കാണണേ. അപ്പോൾ ഇന്നത്തെ കറിയായിട്ടുള്ള പച്ചക്കായും തക്കാളിയും കറിയും കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സോയാ ചങ്ക് ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇത് മാത്രം കൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.